നമസ്കാരം. ഞാൻ ഡോക്ടർ ജയഗണേഷ്, നിങ്ങളുടെ കുടുംബ ഡോക്ടർ. കേരളത്തിൽ മഴക്കാലം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റു ആരോഗ്യ പ്രശ്നങ്ങളും ഇന്ന് വളരെയധികമായി മനുഷ്യ ജീവിതത്തെ, നമ്മുടെ മലയാളികളുടെ ആരോഗ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഡെങ്കിപ്പനി. കൊതുകുകളാണ് ഡെങ്കിപ്പനി സ്പ്രെഡ് ചെയ്യുന്നത്. ഒരു വൈറസാണ്. കൊതുകുകൾ, പ്രത്യേകിച്ചും രാവിലെ കടിക്കുന്ന കൊതുകുകളാണ് ഡെങ്കിപ്പനീനെ കാരണക്കാരാകുന്നത്. ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഡെങ്കിപ്പനിയുടെ സ്ട്രെയിൻ വകഭേദം ഉള്ളത്. പനി, കടുത്ത പനി, ശരീരവേദന, തലവേദന, ക്ഷീണം, സന്ധിവേദന, ജോയിൻറ്റ് പെയിൻ, ഇവയെല്ലാമാണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ. 3 ദിവസമൊക്കെ ആയിട്ടും മാറാതെ നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ പ്ലേറ്റ്ലെറ്റ് കുറവായിരിക്കും, ഹീമോഗ്ലോബിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നു. അങ്ങനെ അതിൻ്റെ അളവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ഡെങ്കിപ്പനി ആവാനുള്ള സാധ്യത ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്യാം. ആദ്യമേ കയറി ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് ആവണമെന്നില്ല. നല്ലപോലെ വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിക്കുക. മാറാതെ നിൽക്കുന്ന പനിക്ക് ഡോക്ടറെ ചെന്ന് കാണിക്കുക. അതേപോലെ തന്നെ കൊതുക് പരത്തുന്ന മറ്റു രോഗമാണ് മലേറിയ. കേരളത്തിൽ മലേറിയ കുറവാണ് എങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും അതിഥി തൊഴിലാളികളൊക്കെ വരുന്നതുകൊണ്ട് അവരിലും പലരിൽ നിന്നും നമുക്ക് സ്പ്രെഡ് വരുന്നുണ്ട്. രോഗലക്ഷണങ്ങൾ ഇതേപോലെ തന്നെ പനി, സന്ധിവേദന, തലവേദന എന്നിവയൊക്കെ തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹീമോഗ്ലോബിൻ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഹീമോലൈസിസ് ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ട ഒരു രോഗമാണ്. ഇതിലെല്ലാത്തിലും 3 ദിവസത്തിൽ കൂടുതൽ പനി നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും ടെസ്റ്റ് ചെയ്യുകയും തുടർന്ന് ചികിത്സ എടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഫ്ലൂ, ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന നമുക്ക് മലയാളികൾക്ക് പരിചിതമായിട്ടുള്ള പന്നിപ്പനി എന്ന രോഗത്തെക്കുറിച്ചാണ്. ഇത് വായിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നു. ഒരാൾ തുമ്മുന്നതിൽ നിന്നും, ഒരാളുടെ തുപ്പലിൽ നിന്നും അയാൾ ചുമച്ച് അയാളുടെ സ്രവങ്ങൾ ചുറ്റുപാടും ഉണ്ടാകുന്നു. അയാൾ തൊടുന്ന, ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങളിൽ നിന്നും എല്ലാം സ്പ്രെഡ് ഉണ്ടാകുന്നുണ്ട്. സാധാരണ ജലദോഷം മുതൽ തുടങ്ങി അത് ന്യൂമോണിയ വരെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പ്രെഡ് ഫ്ലൂവിന് വരുന്നുണ്ട്. എല്ലാവരും മാസ്ക് ഉപയോഗിക്കുക. ക്യാമ്പുകളിലാണെങ്കിലും ആർക്കെങ്കിലും ജലദോഷം, പനി, ചുമ എന്നിവയുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതുണ്ട്. ഡയബറ്റിസ്, കൊളസ്ട്രോള്, ഹാർട്ടിൻ്റെ അസുഖം, ലിവറിൻ്റെ അസുഖം, കിഡ്നിയുടെ തകരാറുകളുള്ള രോഗികൾ എന്നിവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ന്യൂമോണിയ ആയിട്ട് മാറാനുള്ള സാധ്യത ഈ അസുഖത്തിന് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എന്നീ രോഗത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വയറ്റിളക്കം, പനി, ഛർദി, വയറ്റുവേദന എന്നിവയെല്ലാമാണ് രോഗലക്ഷണങ്ങൾ. കൂടെ മഞ്ഞപ്പിത്തവും ഉണ്ടാവും. ടൈഫോയിഡ് ജ്വരം മലയാളികൾക്ക് സുപരിചിതമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഇത് കൂടുതലും സ്പ്രെഡ് ആവുന്നത്. ഹാൻഡ് ഹൈജീൻ, അതായത് ശുചിത്വം വളരെ കുറവായിട്ടുള്ള പ്രദേശങ്ങളിലും ആളുകളിലുമാണ് ഇത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്യാമ്പുകളിലും മറ്റു വീടുകളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തും ദൂരയാത്ര എന്നിവ സമയത്തൊക്കെയാണ് ഇത് കൂടുതലും സ്പ്രെഡ് വരുന്നത്. പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാത്റൂമുകളിൽ പോയി കഴിഞ്ഞാൽ കൈകൾ സോപ്പിട്ട് കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും സോപ്പുകൾ ഉപയോഗിച്ച് കൈ കഴുകിയിട്ട് വൃത്തിയായിട്ട് വേണം ഭക്ഷണം കഴിക്കാനും. എങ്ങാനും രോഗലക്ഷണങ്ങൾ സംശയം കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കാണിക്കുകയും ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും വേണം. ആദ്യത്തെ 1-2 ദിവസമുള്ള വയറ്റിളക്കം പലരും വീട്ടിൽ തന്നെ ചികിത്സിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് തെറ്റ് പറയുന്നില്ല. എന്നാലും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ചെന്ന് കാണേണ്ടതുണ്ട്. വീടുകളിലും ക്യാമ്പുകളിലും ORS ഉപയോഗിക്കാം. ORS കലക്കി വെച്ച് 24 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. അത് നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ സോഡിയം, പൊട്ടാസ്യം എന്നിവയെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ വയറ്റിളക്കം സമയത്ത്. അങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് ആവുന്നത്. അടുത്തതായിട്ട് പറയേണ്ടത് കോളറയാണ്. കോളറയും ഇതുപോലെ തന്നെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും സ്പ്രെഡ് വരുന്ന ഒരു രോഗമാണ്. കോളറ വൈറസ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്. ഡീഹൈഡ്രേഷൻ ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അങ്ങനെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഡിയവും പൊട്ടാസ്യവും ക്ലോറൈഡ് എല്ലാം വയറ്റിൽ നിന്നും നശിച്ചു പോയി. അതായത് മലത്തിലൂടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. അങ്ങനെ പണ്ട് നല്ലൊരു സ്പ്രെഡും എപ്പിഡമിക്കൊക്കെ ആയിട്ട് ഇത് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കിയ രോഗമാണ്. എന്നാൽ ORS എന്നുള്ള ഒരു റെമഡിയിലൂടെ മാത്രമാണ് ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
അതിനാൽ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ വയറിളക്കം ഛർദിയും ഒക്കെ ഉണ്ടെങ്കിൽ ORS കുടിക്കുക. മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-ാം ദിവസം തന്നെ ഡോക്ടറെ ചെന്ന് കണ്ട് ചികിത്സ തേടേണ്ടതാണ്. അടുത്തതായി നമുക്ക് പറയാനുള്ളത് സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്ന ചെള്ളുപനിയെ കുറിച്ചാണ്. കേരളത്തിൽ വളരെയധികം ചെള്ളുപനിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കാടുകളിലും വീടിൻ്റെ അടുത്ത് കാട്ടുപ്രദേശങ്ങളുള്ളവർ ആ ഏരിയകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാട് വൃത്തിയാക്കുന്ന സമയത്തും കൃഷിയിടങ്ങളിലെല്ലാം കാണപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രക്കിംഗ് ചെയ്യുന്നവരും ഒക്കെ അവർക്കൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗലക്ഷണം പനി തന്നെയാണ്. സന്ധിവേദന, ശരീരവേദന, തലവേദന എന്നിവയെല്ലാം കാണും. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കുറവായിട്ട് കാണാം. 2-ാമത്തെ ദിവസം പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ 3-ാമത്തെ ദിവസമെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് അടുത്തുള്ള ഡോക്ടറെ ചെന്ന് കാണണം, ചികിത്സ തേടണം. ബ്ലഡ് റിപ്പോർട്ടുകൾ ഇതിന് സൂചിപ്പിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിറ്റ് ആവണം. ഏകദേശം 30 മുതൽ 40% ആളുകളിൽ ഈ ചെള്ള് കടിച്ച ഭാഗത്ത് ഒരു റാഷസ് പോലെ ഒരു കറുത്ത മുറിവ് കാണാൻ സാധിക്കാം. പക്ഷേ ബാക്കി ഒരു 60 മുതൽ 70% ആളുകളിൽ ഈ കടിച്ച പാടുകൾ കാണാറില്ല. എങ്കിലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു യാത്ര, ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനിയുടെ 3-ാമത്തെ ദിവസം തന്നെ നിങ്ങൾ ഡോക്ടറെ ചെന്ന് കണ്ട് ചികിത്സ തേടേണ്ടതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് പാമ്പുകടി, അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ബൈറ്റ്സ് എന്ന് പറയുന്ന, കടിച്ചത് എന്താണെന്ന് അറിയില്ല, എന്നാൽ എന്തോ കടിച്ചതായിട്ട് നിങ്ങൾ സംശയിക്കുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ പാമ്പ് മാത്രമല്ല, എലിയാണെന്നുണ്ടെങ്കിലും മറ്റ് ജീവികളാണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പാമ്പ് കടിയായിട്ട് തന്നെ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് ചികിത്സിക്കണം. അതിനു മുമ്പേ, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ ആയിട്ട് പലരും അതിൽ മഞ്ഞളിടുകയും കടിയേറ്റ ഭാഗത്ത് രക്തം നിങ്ങൾ സ്വയമേ എടുത്തു കളയുന്ന പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ട്. ആ ഭാഗം കെട്ടിവെക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊന്നും പാടില്ല. നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ട് ഇതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്, ഇത് 24 മണിക്കൂറെങ്കിലും മിനിമം ഒബ്സർവേഷൻ വേണ്ടതായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ചും പാമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആൻറ്റി സ്നേക്ക് വെനം കരുതിയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ICU ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. പലരും അടച്ചിട്ട വീടുകൾ വൃത്തിയാക്കാനും കാടുകൾ വൃത്തിയാക്കാൻ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിർത്തിയിരിക്കുന്ന വാഹനങ്ങളിൽ തുറന്ന് നോക്കുമ്പോഴൊക്കെയാണ് ഈ പാമ്പുകളെല്ലാം അവിടെ കാണപ്പെടാറ്. പെട്ടെന്ന് തന്നെ ഒരു നിമിഷം കൊണ്ട് തന്നെ കടിയേക്കാറുമുണ്ട്. ഇത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല. അതിനാൽ ഈ മഴക്കാല രോഗത്തെ നമ്മൾ ജാഗരൂകരായിട്ട് വേണം മുൻകൈയെടുത്ത് ഇതിനെ നേരിടാനായി. പലരും ക്യാമ്പുകളിലും വീടുകളിലും ഒക്കെയായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും മാനസികാവസ്ഥ നമുക്കെല്ലാവർക്കും മനസ്സിലാകും. എന്നാലും സ്വന്തം ആരോഗ്യം കഴിവതും സംരക്ഷിക്കാൻ ശ്രമിക്കുക. നന്ദി.